വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരതി പൊടിയുടെ വെഡിങ് മേക്കപ്പ് ലുക്കാണ്. നല്ല സൂപ്പറായിട്ടുള്ള ലുക്കാണ്. അപ്പോൾ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ലിങ്കൊക്കെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഹെയർ ആൻഡ് മേക്കപ്പാണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഡ്രസ്സ് ഞാനൊരു സാരി അമ്മയുടെ എടുത്ത് ബുക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ബ്ലൗസ് ഇല്ല, സോ ഐ എം ജസ്റ്റ് ഗോണ വെയർ ദിസ്. ബട്ട് എക്സെപ്റ്റ് ഫോർ ദാറ്റ് ഐ വിൽ ട്രൈ മേക്കപ്പ്. ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് റീക്രിയേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് നമുക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല സൂപ്പർ ലുക്കായിരുന്നു. സാരി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, മാലയൊക്കെ ആയിട്ട്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തു. എൻ്റെ ഫേസ് നല്ല ക്ലീൻ ആണ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് സിറംസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് ഇടുന്നത്. യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. അത് ഞാൻ എൻ്റെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി എക്സ്ട്രാ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസറും കൂടി എടുത്തിട്ട് അതും ഞാൻ ജസ്റ്റ് മോളിക്കോടെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ ലെയേഴ്സ് സെറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ മുകളിൽ ലെയർ ഇടുമ്പോൾ അത് പീലായി തുടങ്ങും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ കേട്ടോ. സ്റ്റെപ്പ് പ്രൈമറാണ്. ഞാൻ നല്ലൊരു ഗ്ലോയി ആയിട്ടുള്ള പ്രൈമറാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മാർസിൻ്റെ ഗ്രിപ്പിംഗ് പ്രൈമറാണ്. അപ്പോൾ ആ പ്രൈമർ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസ് ഒന്ന് സ്റ്റിക്കി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ പ്രൊഡക്റ്റ് നല്ലോണം നമ്മളെ ഗ്രിപ്പായിട്ട് അവിടെ ഇരിക്കും. സ്പെഷ്യലി പിന്നെ ഒരു ഗ്ലോയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ കളർ കറക്റ്റിംഗ് ചെയ്യാണ്. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അണ്ടർ ഐസിലൊക്കെ കൂടി ചെറുതായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഓറഞ്ച് കളക്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഫേസിൽ എവിടേക്കാണ് പിഗ്മെൻറ്റേഷൻ വരുന്നത് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കരുത്, അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഫിനിഷ് ലുക്ക് രസം ഉണ്ടാവില്ല. അപ്പോൾ എവിടേക്കാണെങ്കിൽ ചെറിയ പിഗ്മെൻറ്റേഷൻ തോന്നിച്ചാൽ അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാനൊരു ജെൽ എടുക്കുകയാണ്. ഇത് LA ഗേളിൻ്റെ സെറ്റ് ഇറ്റ് ക്ലിയർ ബ്രൗ ജെല്ലാണ്. ഇത് വെച്ചിട്ട് എൻ്റെ ബ്രൗസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എനിക്ക് നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വരാറില്ല. അപ്പോൾ ജസ്റ്റ് അതുകൊണ്ട് ഐബ്രോസ് ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. നമുക്ക് ഐബ്രോസ് ഇല്ലെങ്കിൽ നല്ലോണം ഐബ്രോസ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അത് സെറ്റ് ആവണ വരെ ഞാൻ ജസ്റ്റ് ഒരു കൺസീലർ എടുക്കുകയാണ്. ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൺസീലർ എടുക്കുകയാണ്. അപ്ലൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ബ്യൂട്ടി ബ്ലെൻഡ് എടുത്ത് അതൊന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ വല്ല ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അത് പോകാനാണ് കേട്ടോ. ഇനി ഇത് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീം കളറിലുള്ള പൗഡർ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സെറ്റിംഗ് പൗഡർ വെച്ചിട്ടും സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു എംപവർഡ് പാലറ്റ് എടുത്താണ്. ഹുഡ ബ്യൂട്ടിയുടെ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഫേസ് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല പോപ്പ് ആവും ചെയ്യും, നല്ല ക്ലീൻ ലുക്കും കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐബ്രോസ് ജെല്ല് പറ്റിയതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എവിടേക്ക് ഇല്ലാത്തതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അത്രേ ഉള്ളൂ. ഞാൻ കാര്യമായിട്ട് വരയ്ക്കാനൊന്നും പോകുന്നില്ല, കാരണം ഓൾറെഡി എൻ്റെ ഐബ്രോസ് നല്ല തിക്കാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. നല്ല തിക്കായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐബ്രോസും ഇത് ഇച്ചിരി തിന്നാണ്, ബട്ട് എന്നാലും നല്ല തിക്ക് തന്നെയാണ് കേട്ടോ എൻ്റെ ഐബ്രോസ്. ബട്ട് സ്റ്റിൽ വരച്ച് വരുമ്പോഴത്തെ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. ഇനി ഇതൊന്ന് ഞാൻ ഫില്ല് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഭയങ്കര ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അഗെയിൻ ഞാൻ ഹുഡ ബ്യൂട്ടിയുടെ പാലറ്റ് തന്നെയാണ് കേട്ടോ ഈ ലുക്ക് മുഴുവൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നല്ലൊരു ബ്രൗൺ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻസ് ഉള്ള പാലറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ബ്രൗൺ കളറാണ് പിക്ക് ചെയ്യുന്നത്. ലൈറ്റർ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. ആക്സസ് റിമൂവ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ലിഡിൻ്റെ ഔട്ടർ പാർട്ടിലൊന്ന് ഈ ഒരു ഷെയ്ഡിനെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ക്രീസ് ലൈനിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തു. ഞാൻ ഇച്ചിരി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കുന്നുണ്ട്. അതെടുത്ത് ജസ്റ്റ് എൻ്റെ ഔട്ടർ കോർണറിൽ മാത്രം ഫോക്കസ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ കണ്ണിന് ഒന്നുകൂടി കുറച്ച് ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡാർക്ക് കളർ വെച്ചിട്ട് ഔട്ടർ കോർണറിൽ നല്ലോണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാനൊരു കാജൽ യൂസ് ചെയ്യണം. ഇത് വെച്ചിട്ട് എൻ്റെ ഔട്ടർ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പെർഫെക്റ്റ് ആവണമെന്നില്ല, നമ്മൾ സ്മഡ്ജ് ചെയ്യാനാണ് പോകുന്നത്. നെക്സ്റ്റ് ഒരു കുഞ്ഞൊരു ബ്രഷ് എടുത്തിട്ട് ഹൂഡ ബ്യൂട്ടിയിൽ വരുന്ന ഈ ഒരു ഡാർക്കർ ഷെയ്ഡ്സ് ഏതാണ് കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ആ അപ്ലൈ ചെയ്ത ലൈനിനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു കുഞ്ഞൊരു ബ്രഷാണ് എടുക്കുന്നത് കേട്ടോ. അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ എടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ആ അപ്ലൈ ചെയ്തതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ ലുക്ക് കിട്ടും. കണ്ടോ, ഞാൻ ജസ്റ്റ് ഒരു ലൈനർ എടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ ഔട്ടർ കോർണറിലൊരു വിങ് പോലെ കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഒരു വിങ് ലൈനർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കിംഗ് ബ്രഷ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്യുക. നല്ലൊരു ഗോൾഡൻ ഷാഡോ ആണ്, ബോൾഡ് മൂസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല പാക്കിംഗ് ബ്രഷ് എന്ന് വെച്ചാൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള പാക്കിംഗ് ബ്രഷിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ കണ്ണിൽ ഞാൻ ഗോൾഡ് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം നമ്മൾ സ്മഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവിടെ ചെറുതായിട്ടായി. അപ്പോൾ അത് ആ ഗോൾഡ് കളർ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഞാൻ ഡാർക്കൺ ചെയ്തു. ബേസിക് ആയിട്ടുള്ള നല്ല ബ്രൈഡൽ മേക്കപ്പിന് പറ്റി നല്ല ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് ചെയ്തേക്കുന്നത്. ഇറ്റ് ലുക്സ് അമേസിങ് ഓൺ ഹർ. സോ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കണ്ണിലും കൂടി ചെയ്തിട്ട് പോകാൻ ബോത്ത് ഐ ഷാഡോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷനാണ്. അതിന് ഞാൻ ഏസ് ഓഫ് ഫീസ് ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഉപയോഗിക്കുകയാണ്, ഷുഗറിൻ്റെ. പ്ലസ് അതിൽ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ റേഡിയൻ ഫിൽറ്റർ എന്താ പറയുക ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടിൻറ്റഡ്, ഇച്ചിരി ടെൻറ്റും ഉണ്ട്, നല്ലൊരു ഗ്ലോയിനെസ് നമ്മുടെ ഫേസിന് പ്രൊവൈഡ് ചെയ്യും, സ്റ്റിക്കി ആക്കാണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ എല്ലായിടത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഫൗണ്ടേഷൻ എടുത്ത്, സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. നല്ല ഹെവി കവറേജ് തരുന്ന ഫൗണ്ടേഷനാണ്. ഗ്ലോയി അല്ല, പിന്നെ നമ്മൾ മുകളിൽ കൂടെ എന്തെങ്കിലും ഗ്ലോയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇടും, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ബ്രൈഡൽ ലുക്കായി തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ ഞാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഈ ലുക്ക് ഫുൾ കവറേജ് വേണമെന്നുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഇച്ചിരി ഗ്ലോയി വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആണെങ്കിൽ ഗ്ലോയി ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഇടാൻ അങ്ങനെ പറ്റാറില്ല, കാരണം എൻ്റെ ഫേസിൽ അത് ലാസ്റ്റ് ചെയ്യില്ല. കാരണം എൻ്റെ ഓയിലി ടു നോർമൽ സ്കിന്നാണ്, അപ്പോൾ ഓയിലി കൂടുതലാവാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റില്ലാത്ത പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഹൈലൈറ്ററാണ് യൂസ് ചെയ്തത്, ഇല്ലുമിനേറ്റർ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ രണ്ടും കൂടിയിട്ട് കിട്ടാനുള്ളൊരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഗ്ലോയി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ബട്ട് മാറ്റ് പ്രൊഡക്റ്റാണ്, എനിക്ക് നല്ല സൂട്ടാവും. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തു കേട്ടോ. മോളിക്കോട് മേക്കപ്പ് ആകുമ്പോൾ കുറച്ച് ഫുൾ കവറേജ് തന്നെയാണ് കേട്ടോ. ബട്ട് ഇതത് മോളിക്കോടെ എലിമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ബട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. എസ്പെഷ്യലി വെഡിങ് മേക്കപ്പ് ആകുമ്പോൾ ഇച്ചിരി ഹെവി തന്നെയാണ്, എന്നാലും അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക, അതാണ് വലിയ കാര്യം. നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫുൾ കവറേജ് ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺടോറാണ്. ഞാൻ ലൈറ്റായിട്ട് അണ്ടർനീത്ത് കോൺടോർ ചെയ്യാണ്, കാരണം മുകളിൽ ആരതി പൊടിയുടെ മേക്കപ്പിൻ്റെ അവിടെ അങ്ങനെ പുറത്ത് കോൺടോറൊന്നും കാണില്ല, അപ്പോൾ ഉൾഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് ഇച്ചിരി സ്ലിം ആക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ടൊന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫേസിൽ നമുക്ക് എവിടെയൊക്കെ ഹൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടേക്കാണ് നമ്മൾ കോൺടോർ ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ ചീക്സിൻ്റെ അവിടെ ഇച്ചിരി ചീക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഡബിൾ ചിൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കൺസീൽ ചെയ്യാൻ 2 വെട്ട് പോലെ അവിടെ ചെറിയൊരു ക്രോസ് ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റെ ലൈക്ക് നോസൊക്കെ നമുക്ക് കോൺടോർ ചെയ്യണ ഭാഗങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്യാൻ ബ്യൂട്ടി ബ്ലെൻഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇല്ലാത്ത ചിക്ക് ബോണൊക്കെ വന്നിട്ടുണ്ട് ലൈറ്റായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ അടിയിൽ. ആ ഒരു ഹൈലൈറ്റഡ് ലുക്ക് സ്പെഷ്യലി ബ്രൈഡ്സിന് നല്ല രസമാണ്. അപ്പോൾ നമുക്കതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മേബിലിൻ്റെ ഇൻസ്റ്റാ ഏജ് റിവൈൻഡർ റിവേസറാണ്. ലൈറ്റർ ഷെയ്ഡ് കൺസീലർ ജസ്റ്റ് ഇന്നർ കോർണറിൽ ഇച്ചിരി അപ്ലൈ ചെയ്താൽ മതി, കുറേ ഒന്നും അപ്ലൈ ചെയ്യണ്ട കേട്ടോ. പിന്നെ ഇവിടെയും
നമ്മുടെ ലൈറ്റ് ഹിറ്റ് ചെയ്ത് നല്ല എടുത്ത് കാണിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. നടുക്കിൽ നോസിൻ്റെ ഇവിടെ ഇത്രയും വേണ്ടോ. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസിൽ ഇച്ചിരി ഡയമെൻഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര ഫ്ലാറ്റ് ആയില്ലേ. ഇപ്പം നമ്മുടെ ഫേസിൽ ഇച്ചിരി ഡയമെൻഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യുന്ന ബ്ലഷാണ്. അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഫേ ബ്യൂട്ടിയുടെ ബ്ലഷാണ്. നല്ല ബ്രാൻഡിൻ്റെ നല്ല പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അല്ല ഇതുവരെ ട്രൈ ചെയ്ത പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതിന് ഇച്ചിരി വേണ്ടും ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ ജസ്റ്റ് ഇച്ചിരി അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് കൈ കൊണ്ട് ആദ്യം ബ്ലെൻഡ് ചെയ്യാം. ആ ഒരു ലുക്കിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ബ്ലഷ് പ്രസൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം അത്യാവശ്യം തന്നെ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് മോളിക്കോടെ ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ടൊന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. സെറ്റ് ചെയ്യുക. സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ ലെയർ വെച്ചിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ. ഞാൻ ജസ്റ്റ് ക്രീം പ്രോഡക്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ അടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് പിൽഗ്രിമിൻ്റെ ഇൻസ്റ്റാഫിക്സ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. വേണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പം നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും ബ്ലെൻഡ് ചെയ്യാത്തതോ എന്തെങ്കിലും സ്ട്രീക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചെയ്തോട് കൂടിയിട്ട് നല്ല നമ്മുടെ സ്കിന്നിലേക്ക് നല്ല മേക്കപ്പ് ഒക്കെ നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൗഡർ പ്രോഡക്റ്റ്സ് ആണ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ അടിഭാഗത്ത് ഇച്ചിരി ലൈറ്റർ ആയിട്ടുള്ള പൗഡർ വെച്ച് സെറ്റ് ചെയ്യാണ്. ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയൊരു ബനാന പൗഡർ പോലത്തെ ഒരു പൗഡറാണ് കേട്ടോ. ജസ്റ്റ് കണ്ണിൻ്റെ അടിഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ടാപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല അബ്സോർബ് ചെയ്ത് പോവും. ആൻഡ് നമ്മുടെ മേക്കപ്പ് സെറ്റാവും. അതുകൂടാണ്ട് നമുക്ക് നല്ലൊരു മാറ്റിഫൈഡ് പ്ലസ് ബ്ലറിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഡിഫറൻസ് കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് ഇച്ചിരി ലിഫ്റ്റഡ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടിയില്ലേ. അപ്പം ഞാൻ കണ്ണിൻ്റെ അടിയിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഉള്ള ബാക്കിയുള്ള പൗഡർ വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ ഫോർഹെഡിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പ്രോഡക്റ്റ് മാത്രം കേട്ടോ, എക്സ്ട്രാ ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് ഇച്ചിരി വേർക്കണ ഭാഗങ്ങളാണ്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് പൗഡറാണ്. ജസ്റ്റ് ഫേസ് മൊത്തം ഒന്ന് ലൈറ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ലാക്മേയുടെ ഫേസ് പൗഡർ യൂസ് ചെയ്യുന്നത്. ഇത് പറഞ്ഞാൽ ഇച്ചിരി പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ എൻ്റെ ഷെയ്ഡായിട്ട് നല്ല മാച്ച് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡിന് പറ്റിയത് നോക്കിയിട്ട് ആ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പൗഡർ എടുക്കുകയാണ്, എക്സ്ട്രാ റിമൂവ് ചെയ്യാം ആൻഡ് ജസ്റ്റ് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ലിപ്സ് ഹൈഡ്രേറ്റ് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക് ഇടാൻ വരുമ്പോഴേക്കും നല്ല ലിപ്സ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണമെങ്കിൽ ആദ്യം ലിപ് ബാം അപ്ലൈ ചെയ്യണം. സ്റ്റാർട്ടിങ് തന്നെ ചെയ്യണമായിരുന്നു, ഞാൻ മറന്നു. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് കണ്ണൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച ഫസ്റ്റത്തെ പാലറ്റ് തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഡാർക്ക് ബ്രൗൺ തന്നെ എടുത്തിട്ട് കണ്ണിൻ്റെ അടിഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്രീസിൽ ഉപയോഗിച്ച അതേ കളേഴ്സ് നമ്മൾ അടിയിൽ യൂസ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാനൊരു ഡാർക്കർ ബ്രൗൺ വെച്ചിട്ടാണ് ചെയ്തത്. ആൻഡ് ലൈറ്റോ ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് വെച്ചിട്ട് ഞാൻ ഈ അപ്ലൈ ചെയ്താണ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സീംലെസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ലൈറ്റർ ബ്രൗൺ എടുത്തും ചെയ്തു. അപ്പോൾ നമ്മുടെ ഐ ലുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. ഞാൻ പീച്ച് കളറിലുള്ള കാജൽ എടുത്തിട്ട് കണ്ണിൻ്റെ വാട്ടർ ലൈൻ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണൊന്നുകൂടി ഒന്ന് എടുത്ത് കാണിക്കും. നല്ല വലിയ കണ്ണ് പോലെ തോന്നും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഈ കണ്ണെഴുതൽ പരിപാടി. കാരണം എനിക്ക് എപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ തൊട്ടാലും വെള്ളം വരും. ബട്ട്
ഈ ഒരു ലുക്കിന് അത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ലാഷസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ലാഷസ് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഐ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉള്ളൂ, അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം. അതിന് മുന്നായിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് എൻ്റെ ഫേസിലേക്ക് ഇച്ചിരി ബ്ലഷും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അടിയിൽ നിന്ന് ഇച്ചിരി ബ്ലഷ് കാണുന്നുണ്ട്, അതാവുമ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. മോളിക്കോടെ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്താൽ. അപ്പോൾ ജസ്റ്റ് ഞാൻ മോളിക്കോടെ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്തെടുക്കും. നല്ലൊരു പീച്ച് പിങ്ക് കളറിലുള്ള ബ്ലഷാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ ഈ ഒരു ബ്ലഷാണ്. നല്ല ബ്ലഷാണ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സൂപ്പർ ബ്ലഷാണ്. ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് പ്രോഡക്റ്റ് എടുത്ത് എക്സസ് റിമൂവ് ചെയ്തിട്ട് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി സ്കിന്നിലേക്ക് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറേ പോലെ തോന്നും കേട്ടോ, ബട്ട് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് വരുമ്പോൾ ഇത് നല്ല നോർമൽ ആയിട്ടാണ് തോന്നുള്ളൂ. നെക്സ്റ്റ് ഞാൻ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്നൊക്കെ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെറ്റിംഗ് സ്പ്രേ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും മേക്കപ്പ്. ഓരോ ലെയറും നമ്മൾ നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കില്ലേ, അപ്പോൾ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലഷൊക്കെ നല്ല പെർഫെക്റ്റ് ആയില്ലേ. ഇപ്പോൾ ഓവറൊന്നുമില്ല. അത് കുറച്ചും കൂടി നമ്മൾ ഇച്ചിരി നേരം കഴിയുമ്പോൾ അതൊന്ന് പോവും. ബ്ലഷൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് പോണ സാധനം, അതാണ് നമ്മൾ ഡബിൾ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള ലുക്ക് കാണാം. ഫേസിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ സ്റ്റെപ്പാണ് ഹൈലൈറ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലുക്കിന്. കാരണം അത് നല്ല ഗ്ലോയി ആയിട്ടുള്ള ലുക്കാണ് ചെയ്തത്. നോർമൽ സ്കിന്നാണ്, ബട്ട് എന്നാലും ഇച്ചിരി ഓയിലി സൈഡിലേക്ക് കൂടുതൽ പോകണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഗ്ലോയി ആയിട്ടുള്ള ബേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, കാരണം അല്ലെങ്കിൽ പിന്നെ അത് പോവും. പിന്നെയും ഗ്ലോയി ആണ് എൻ്റെ ഫേസ്, ബട്ട് എന്നാലും ഇച്ചിരി നമുക്ക് കൂടുതലൊരു ഹൈലൈറ്റ് ആ ഒരു എടുത്ത് കാണിക്കാനുള്ള ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ്. പ്രഷ്യസ് പെറ്റലാണ്. ഇത് ചത്തുടങ്ങി, എന്നാലും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഹൈലൈറ്ററാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഫസ്റ്റ് ചെറിയ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഇതിലേക്ക് പ്രോഡക്റ്റ് എടുത്തിട്ട് എക്സ്ട്രാ റിമൂവ് ചെയ്തിട്ട് മൂക്കിൻ്റെ ഇവിടെയും ജസ്റ്റ് ഇവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ചും കൂടി പ്രോഡക്റ്റ് എടുത്തിട്ട് ഐബ്രോസിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആണോ, ഇനി ഞാൻ കൈ എടുക്കുകയാണ്. ജസ്റ്റ് കയ്യിൽ ടിപ്പിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഇന്ന കോർണറിൽ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ണിനൊരു ബ്രൈറ്റ്നെസ് കിട്ടും. നമ്മുടെ ടയേർഡ് ആയിട്ടുള്ള ഐസ് ആണെങ്കിലും നല്ല പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് ആണ് കേട്ടോ. നെക്സ്റ്റ് കയ്യിൽ തന്നെ ഇച്ചിരി കൂടി പ്രൊഡക്റ്റ് എടുത്തിട്ട് ലിപ്സിൻ്റെ മുകളിൽ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും ബ്രഷ് വെച്ചിട്ട് തന്നെ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് എടുത്ത് കാണിക്കുക, അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുമ്പോൾ. ഞാൻ ഇനി ഒരു വലിയൊരു ബ്രഷ് എടുക്കുന്നുണ്ട്. ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച ബ്രഷ് തന്നെയാണ് കേട്ടോ. അത് ജസ്റ്റ് ഈ ഒരു ഹൈലൈറ്ററിൽ ലൈറ്റായിട്ട് കൊടുത്തിട്ട് ഇവിടെയും നെറ്റിയുടെ ഈ രണ്ട് സൈഡിൽ ഇനി മെയിൻ പോയിൻ്റാണ് ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റ് എടുക്കുക, എക്സ്ട്രാ കളയുക, എന്നിട്ട് ഈ ചീക്ക് ബോണ്ട് അവിടെ നല്ലോണം അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ടെക്സ്ചർ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ ആ ഏരിയ. കണ്ടോ ഈ ഹൈലൈറ്റർ കണ്ടോ, നമുക്ക് ഗ്ലാസ് സ്കിന്നിൻ്റെ ലുക്ക് അതില്ല ഈ ഹൈലൈറ്റർ. അതുകൊണ്ടാണ് എനിക്ക് ഈ ഹൈലൈറ്റർ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതൊക്കെ കാണാൻ പറ്റും. ഇതുപോലത്തെ ഹൈലൈറ്റർ എനിക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. നല്ല സൂപ്പർബായിട്ടുള്ള ഹൈലൈറ്ററാണ്. നല്ല ക്ലാസ് സ്കിൻ ആ ഒരു ലുക്ക് തരുന്ന ഒരു ഹൈലൈറ്ററാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ലൈറ്റായിട്ട് ഞാൻ മസ്കാര ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലി ബോട്ടം ലാഷസിൽ. മുകളിലത്തെ ലാഷസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ലൈറ്റായിട്ട് വേണമെങ്കിൽ ഒന്ന് മുൻകൂട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഞാൻ ഫാൾസ് ലാഷസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ലാഷസ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം.
നെക്സ്റ്റ് ബോട്ടം ലാഷസിന് വേണ്ടിയിട്ട് ഈ സൈഡിലൊരു ചെറിയൊരു ഇതുണ്ട്. എനിക്ക് ഈ മസ്കാര അത് കാരണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈവൻ അപ്പർ ലാഷസിലായാലും നമ്മൾ ഫോൾസീസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഇത് നല്ലതാണ്. ഞാനത് ബോട്ടം ലാഷസിൽ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആ ലാഷസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലിപ്സ് ചെയ്യാം. ലിപ് ലൈനർ ഉപയോഗിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ലിപ് ലൈനറാണ്, ബ്രൗൺ ആണ് കേട്ടോ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഓരോ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് വേറെ വേറെ കളർ യൂസ് ചെയ്യാറില്ല, ബ്രൗൺ തന്നെ യൂസ് ചെയ്യാറ്. ഇത് ഈ ഒരു പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയിട്ട് കുറേ നാളായി, അപ്പോൾ അതുകൊണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് അടിയിൽ ഞാൻ വേറെ പ്രൊഡക്ട്സ് ലിങ്ക് ചെയ്തേക്കാം. ഇതേപോലെ ഉള്ള ഷെയ്ഡ്സ് ഞാൻ ലിങ്ക് ചെയ്യാം കേട്ടോ. ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്ലൈറ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. കാരണം ലിപ്സ് എപ്പോഴും ലൈൻ ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാൻ ലിപ്സ്റ്റിക്ക് നമ്മൾ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യുന്നതല്ല, എന്തായാലും അത് പോയാലും അടിയിലൊരു ഇച്ചിരി ടെങ്കിലുണ്ടാവും. നിങ്ങൾ കല്യാണത്തിന് മുന്നേ നിങ്ങളുടെ കല്യാണം ആണെങ്കിൽ അതിന് മുന്നേയിട്ട് ജസ്റ്റ് ലിപ് ടിൻ്റൊക്കെ അപ്ലൈ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. ലിപ് ടാറ്റു ഒക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് പോയാലും അടിയിലൊരു കളർ ഉണ്ടാവും. അതില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ലിപ് ലൈനർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് നിൽക്കൂട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നോർമൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. നിങ്ങൾക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് ഉപയോഗിക്കാം. എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിനേക്കാൾ ഇഷ്ടം ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഇത് എനിക്ക് ലാസ്റ്റ് ചെയ്യാറുണ്ട്, സോ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഞാൻ ഉപയോഗിക്കുന്ന സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ്, ഷെയ്ഡ് അത്തീന. പ്രോഡക്റ്റിൻ്റെ ലിങ്ക്സൊക്കെ അടിയിലുണ്ടാവും കേട്ടോ. എക്സ്ട്രാ വരുന്നത് ഇവിടെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ നല്ല റെഡ് ലിപ്സ്റ്റിക് ആണ് പോയത് കേട്ടോ, അപ്പം ഞാൻ എക്സ്ട്രാ റിമൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഇത് മാസിൻ്റെ ലിപ് ഡ്രിപ്പ് മിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോസ് ആണ്, ക്രാൻബെറി ഡ്രിപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് മുകളിൽ കൂടെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സെറ്റിംഗ് സ്പ്രേ അല്ല, ഫിക്സിങ് സ്പ്രേ ആണ്. നമുക്ക് ലാസ്റ്റ് മേക്കപ്പ് ലോക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫിക്സിങ് സ്പ്രേ ആണ്. അപ്പോൾ ഇത് ഞാൻ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ മേക്കപ്പ് ഫോറെവർ ഫിക്സിങ് സ്പ്രേ ആണ്. ഞാൻ എൻ്റെ കല്യാണത്തിന് പറ്റാൻ വേണ്ടി ഉപയോഗിച്ചത്. പിന്നെ എനിക്ക് വലിയ വലിയ ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ കുറേ നാളത്തേക്ക് മേക്കപ്പ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. നല്ല ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ലെയർ തന്നെ കൊടുക്കുക. മേക്കപ്പ് സ്പഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സ്കിന്നിലേക്ക് പാറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് വരുന്നത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ഗ്ലാം ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഞാൻ ജസ്റ്റ് ഹെയർ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് പണിയുണ്ട്, കാരണം കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, കുറച്ച് കുഞ്ഞു കുഞ്ഞു മുടികൾ നിറച്ച് വന്നിട്ടിരിക്കുകയാണ്. ചുരുണ്ട മുടിയാണ് അത്. നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ലുക്ക്. ആക്ച്വലി ആ മുടിയും നെറ്റിച്ചുട്ടിയൊക്കെ ഇട്ടിട്ട് ഇത്രയും ലുക്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. മാലയും കമ്മലൊക്കെ ഇടുന്നതിന് മുന്നേ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കത് നല്ല ഇഷ്ടമായി. മാലയും കമ്മലും ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ എൻ്റെ മോളുണ്ടായിരുന്നു, അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അസിസ്റ്റൻറ്റ്. അപ്പോൾ അവൾ അത് വെച്ചിട്ട് കളിച്ച് കുറച്ച് പേരൊക്കെ അങ്ങനെ പൊട്ട് തൊട്ടിട്ട് നമ്മുടെ ഈ ലുക്ക് ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള ലുക്കാണ്. ഏതൊരു ട്രഡീഷണൽ വെഡ്ഡിങ്ങിനായാലും നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ആരതി പൊടിയുടെ ആ മേക്കപ്പ് ലുക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഞാൻ ചെയ്ത മേക്കപ്പ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതേപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ഞാൻ കൂടുതൽ മേക്കപ്പ്, സ്കിൻ കെയർ ആൻഡ് ക്ലോത്തിങ്, ആക്സസറീസ് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ചെടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.